APE അടക്കം എല്ലാ മുസ്ലിയാക്കന്മാരും ഇറങ്ങി. പട്ടിക്കാട് ജാമ്യനൂരിയുടെ സമ്മാനത്തിന് അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ് 10,000-കണക്കായ മുസ്ലിയാക്കന്മാരുടെ മുമ്പിൽ അയാൾ പ്രഖ്യാപിച്ചു, മുജാഹിദ് പ്രസ്ഥാനത്തിന് ആദർശ രംഗത്തെ എല്ലാ വിശുദ്ധിയും നഷ്ടപ്പെട്ടു കഴിഞ്ഞു, ഇനി സുന്നികളുമായി സംവാദം നടത്താൻ അവർക്ക് സാധ്യമല്ല എന്ന് പ്രഖ്യാപിച്ചു. ഞങ്ങൾക്ക് വിചാരിച്ച അപ്പോഴെങ്കിലും ഇവരൊക്കെ പറയും, ഇതാ അങ്ങോട്ട് വലിയ പൈസ നോക്കാന്ന് പറയുന്നു. പക്ഷെ ഉണ്ടായില്ല. ആഴ്ചകൾ കാത്തിരുന്നു. അൽഹംദുലില്ലാഹ് ഇന്നലെ ഈ കൂട്ടായ്മയ്ക്ക് കീഴിൽ നമ്മുടെ പരിപാടി സംഘടിപ്പിച്ചു. ഹമീദ് ഫൈസിന്റെ വെല്ലുവിളി ഏറ്റെടുത്തു. ഞങ്ങൾ പറഞ്ഞു, ശരി ഫൈസ് നിങ്ങൾ വരും, നമുക്ക് നോക്കാം. ഓളഞ്ഞ് കിട്ടില്ല, ഓരോ ധൈര്യമായി വെല്ലുവിളിക്കാം, ഉറപ്പാ വരില്ല എന്നുള്ളത്. ആളില്ലാത്ത പോസ്റ്റിക്ക് എത്രയും കൂടെ എടുക്കണം. ഞങ്ങൾക്കും വലിയ പൂജയുണ്ട്, പറ്റുമെങ്കിൽ നന്ദി സംവാദം പൂർത്തിയാക്കണം എന്നൊക്കെ. നന്ദി സംവാദം നടത്തി ഇടയ്ക്ക് വെച്ച് നിർത്തിപ്പോയാണല്ലോ. ഇപ്പൊ അവിടെ ആള് കൂടി, എല്ലാ കൊലകൊമ്പന്മാരും ഒപ്പം കൂടി. ഇനിയെങ്കിലും നോക്കുക, അതേ വ്യവസ്ഥ വെച്ചിട്ട് ആ നന്ദി സംവാദത്തിന് ബാക്കി നോക്കാം. ചില സ്ഥലത്തുകൾ പറഞ്ഞിട്ടുണ്ട്, പ്രതികരണം വന്നിട്ടില്ല. ഐഡിയോളജിക്കൽ ഡിസിപ്ലിൻ എന്ന് പറഞ്ഞിട്ട് ഐഡിയ എടുത്ത് പോകപ്പോ അതുകൊണ്ട് കാര്യമില്ല. പട്ടിക്കാട് ഞങ്ങൾ ഇന്നലെ പോയി പരിപാടി വെച്ചിട്ട് പറഞ്ഞു, ശരി ഏത് വിഷയക്കൂടെ, ജിന്നോ ശൈത്താനോ സിഹറോ, ഇനി മനുഷ്യ കഴിവോ സൃഷ്ടി കഴിവോ പ്രാർത്ഥന നിർവചനമോ തൗഹീദോ ഇസ്തിഗാസയോ, ഏത് വിഷയക്കോട്ടെ 1921 മുതൽ 2012 വരെ മുജാഹിദ് പ്രസ്ഥാനം ഔദ്യോഗികമായി എഴുതിയ ഏത് പുസ്തകത്തിന് വന്ന ഒരൊറ്റ ലേഖനവും തള്ളിക്കളയാതെ തന്നെ സംവാദം നടത്താൻ ഞങ്ങൾക്ക് ധൈര്യമുണ്ട്. ഇപ്പൊ ഇന്ന് ചില മൂലയന്മാരിങ്ങനെ സ്വകാര്യത്തിൽ വിളിച്ചിട്ടും വാട്സപ്പും ചോദിക്കുക, ഹമീദ് പൈസനെ വേണോന്നാ. എനിക്കറിയാം മുപ്പിൽ വരില്ലാന്ന്. മുപ്പിൽ കുറെ മൂലയന്മാരെ മുന്നേ കണ്ടപ്പോ ആവേശത്തിൽ വെല്ലുവിളിച്ച ഞങ്ങൾക്ക് ഉറപ്പുണ്ടത്. ഞങ്ങൾ ഇന്നലെ പട്ടിക്കാട് പറഞ്ഞിട്ടുണ്ട്, ഒന്നുകിൽ ധൈര്യം ഉണ്ടെങ്കിൽ ആ വെല്ലുവിളി ഞങ്ങൾ ഏറ്റെടുത്തു, റെഡിയാവുക. ഇല്ലേ ഇനി കേരളത്തിലെവിടെയും നിങ്ങൾ വെല്ലുവിളിക്കാൻ പോയിട്ട് തന്നിട്ടാണ് പോകുന്നത്. ഇപ്പൊ ഇന്ന് പ്രതികരണം വന്നു. ചില ദാരിന്മാരൊക്കെ ബന്ധപ്പെട്ടു. ഒരു ചോദിക്കുക, ഹമീദ് പൈസനെ വേണോ, എന്നാ ഹുസൈൻ സരിഫിനെ തരുമോന്നാ. തരാം, എപ്പോ അലിക്കുട്ടി മുസ്ലിം വരുമ്പോ തരാം. നമ്മളെ പണ്ഡിത സഭയുടെ സെക്രട്ടറിയാ ഹുസൈൻ സലഫി, അവിടുത്തെ പണ്ഡിത സഭയുടെ സെക്രട്ടറിയാ ആലിക്കുട്ടി മുസ്ലിയാർ. അതിലെ കടവക്കരി. അപ്പൊ ആലിക്കുട്ടി മുസ്ലിം വരികയാണെങ്കിൽ ഇവിടെ ഹുസൈൻ സലഫി ഉണ്ടാവും, ഒരു പ്രശ്നമില്ല. അമ്പലക്കട വരുമ്പോ ഞങ്ങളെ പോലത്തെ കുട്ടികൾ മതി, അതിനപ്പുറത്തൊന്നും വേണ്ട. പക്ഷെ ഞങ്ങൾക്ക് ഉറപ്പാ അമ്പലക്കടവിൽ കഴിയൂല. കാരണം മൂപ്പര് പള്ളിക്കടവിലേക്ക് വരുമ്പോഴേ ശരിയാവുള്ളൂ. മൂപ്പര് കാലാകാലം അമ്പലക്കടവില, അവിടെ കാര്യമില്ല. അവിടെ ആ വക വെളിലൊന്നും മൂലമ്മ രക്ഷപ്പെടുന്നത് വിചാരിക്കേണ്ട, ഓല് ഏറ്റെടുത്തേ പറ്റൂ. ഇത് അവിടാണ് പ്രഖ്യാപിച്ച. മൂപ്പരും ആലോചിച്ചിട്ടില്ല ഇത് ഇങ്ങനെയൊക്കെ ആകുന്നുള്ളത്. മൂപ്പരെ വെച്ച് അവിടെയൊക്കെ അവിടെ ഐക്യപ്പെട്ട് എല്ലാം കൂടി ആകെ ജീവൻ പോയി കിടക്കുമ്പോ ഒന്ന് പോയി നോക്കാന്നുള്ളതൊക്കെ മൂപ്പര് ഇറങ്ങിയത്. പക്ഷെ മുജാഹിദ് പ്രസ്ഥാനം 100 കൊല്ലം പഠിപ്പിച്ച ആദർശമെന്തോ, ഈ വിഷയത്തിൽ നിലപാടെന്തോ 1% പോലും അതിന് പിറകോട്ട് പോയിട്ടില്ലാത്തത് കൊണ്ട് തന്നെ ഇക്കാലം അത്രയും വെല്ലുവിളികൾ വന്നാൽ അവിടെ പിറകോട്ട് പോയ ചരിത്രം മുജാഹിദ് പ്രസ്ഥാനത്തിനില്ല. അത് ഇനി ഉണ്ടാകാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മളവിടെ പോയി ഏറ്റെടുത്തത്. മുജാഹിദ് പ്രസ്ഥാനത്തിന് അങ്ങനത്തെ പ്രതിസന്ധി കാലത്ത് ഉണ്ടായിട്ടില്ല. അതിൽ വലിയ വലിയ അബ്ദുൽ ഖാദിർ മുസ്ലിയാരെ പോലുള്ള വലിയ വലിയ കൊമ്പന്മാര് വന്നിട്ട് ഒരു വെല്ലുവിളിച്ചപ്പോഴും നേക്ക് നേരെ പോയി ഏറ്റെടുത്ത പാരമ്പര്യമാണ് മുജാഹിദ് പ്രസ്ഥാനത്തിനുള്ളത്. അത് വിഷയം നോക്കി, ഏത് വിഷയമായിക്കോട്ടെ, മുജാഹിദ് പ്രസ്ഥാനത്തിലെ ആദർശത്തെ, പ്രമാണബദ്ധമായുള്ള ആദർശത്തെ ചോദ്യം ചെയ്യാൻ ആര് വന്നാലും അവിടെ ധൈര്യമായി മുന്നോട്ട് ചെന്ന പാരമ്പര്യമേ മുജാഹിദ് പ്രസ്ഥാനത്തിലുള്ളൂ. തലയിൽ മുടി വളർത്തുന്ന കൊല്ലണമെന്ന് ബുഖാരി മുസ്ലിം ഉണ്ടോ ഇല്ലയെന്ന് സമ്മാനം നടത്തിയ കൂട്ടരാ മുജാഹിദ് സുന്നി. അബ്ദുൽ ഖാദിർ മുസ്ലിയാറുമായി ചാരിയത്ത് വെച്ചിട്ട് ഉമർ മൗലവി റഹിമഹുല്ല സംവാദം നടത്തിയ വിഷയം അതായിരുന്നു. പതിയുടെ വാദം തലയിൽ മുടി വളർത്തിയ ആളെ കൊല്ലണമെന്ന് ബുഖാരി മുസ്ലിമിലുണ്ട്, അതില്ലാന്ന് മുജാഹിദീങ്ങളെ വാദം. അതിനുവേണ്ടി വാദപ്രചാരണം നടന്നിട്ടുണ്ട് ഇവിടെ ചാരിയത്ത് വെച്ചിട്ട്. ഉമർ മൗലവിയുടെ ഓർമ്മകളുടെ തിരത്ത് എന്ന പുസ്തകത്തിന് ചാരിയം സംവാദം എന്ന ഹെഡിങ് നിങ്ങൾ വായിച്ചു നോക്കി, അപ്പൊ കാണാ ചരിത്രം. അതാ മുജാഹിദീകള് ആദർശത്തെ ചോദ്യം ചെയ്യുമ്പോ പിന്നെ അവിടെ വാക്ക് നോക്കിക്കിടുന്നില്ല.